ഹലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ വേറെ ലെവലിലേക്ക് മാറുവാണ്. ഔട്ട്ഡോറിലൊക്കെയായി ഷൂട്ടിങ്. ഇതിപ്പോൾ ഇന്നലെ എനിക്കൊരു പുതിയ സാധനം വാങ്ങിച്ചു, ഈ വീഡിയോയുടെയൊക്കെ ഭാഗമായിട്ട്. അതിപ്പോൾ കാണിച്ചു തരാം. അത് കടയിൽ ചെന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇതിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാനിപ്പം ഇത്രയും ദിവസം ഈ വീഡിയോ ഒക്കെ ചെയ്തത് ഇപ്പം അടുക്കളയിലൊക്കെ ആണെങ്കിൽ അതെവിടെയെങ്കിലും ചാരി വയ്ക്കും, ജനലയിലൊക്കെ ചാരി വയ്ക്കും. അപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ചാടിപ്പോരും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഈ സാധനം കണ്ടപ്പോൾ വലിയ പൈസ ഇല്ല അതിന്. അപ്പോൾ ഞാൻ ഓർത്തു ഒരെണ്ണം വാങ്ങിക്കാം. അങ്ങനെ ഇന്നലെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അതാണിപ്പോൾ ഈ കാണിക്കണേ. അപ്പോൾ മനസ്സിലായല്ലോ സാധനം എന്ന്. പിന്നെ ഞാൻ ഓർത്തു ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ എനിക്ക് പ്ലാന്റ്സ് അങ്ങനെ ചെടി വളർത്തുന്നത് അതൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഇന്നലെ ഞാൻ 2-3 സാധനം വാങ്ങിച്ചു, അത് കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ സാധനം ഇതാണ്. എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ഗ്രേപ്സ് ആണ്. ഇതിപ്പോൾ അവിടെ കാണും, അതായത് ഇത് പിന്നെ ഗ്രീൻ ഗ്രേപ്സ് ആണിത്. പിന്നെ ഇത് മറ്റേ റോസ് ഗ്രേപ്സ്, ഗ്രേപ്പ് ഫ്ലൈ. ഇത് റോസ് ഗ്രേപ്സ് ആണ്. ഇച്ചിരി വലുതായിട്ടാണ് വാങ്ങിച്ചേക്കണേ. എന്നാന്ന് വെച്ചാൽ ഞങ്ങളിനി വേറെ വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതിനെ അങ്ങനെ കൊണ്ട് വെക്കാമല്ലോ. അപ്പോൾ അടുത്ത സാധനമാണ്, മൂന്നാമത്തെ സാധനമാണ് പിയർ. നമ്മുടെ എന്താ പറയുക, സബർ ജില്ലയുടെയൊക്കെ ഒരു ടേസ്റ്റുള്ള വലിയ മരമാകും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിനെ കെട്ടിയവനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇപ്പോൾ ഇതിങ്ങനെ ഈ ചട്ടിയിലാണ് നിൽക്കണേ, ഇപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇതിനെ ഇനി നാട്ടിലെ പോലെ നമുക്ക്, എനിക്കറിയില്ല ഇവിടെയും ഗ്രോ ബാഗ് വാങ്ങിക്കാൻ കിട്ടുമെന്ന്. ഇവിടെയും ഗ്രോ ബാഗ് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു, അതും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കെട്ടിയവൻ ഇതില്ലെങ്കിൽ 3നെയും ഒരു ഇതിനകത്താക്കും, ഗ്രോ ബാഗിനകത്താക്കി കുറച്ച് മണ്ണും വളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി ഇട്ട് സെറ്റാക്കി അതിനകത്താക്കി നടാനാണ് പരിപാടി. അങ്ങനെ ആക്കി വെച്ചാൽ പിന്നെ എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ടല്ലോ. ഒരു ലെമൺ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ലെമൺ കാണിക്കാം. ഇതിനിങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് പിന്നെ കുഴിച്ചു വെച്ചാൽ മതി, ലൈമ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. അടുത്ത വീട്ടിലോട്ട് പോകുമ്പോഴത്തേക്കും അവരെ അവിടെ ചെന്ന് വളർത്തി വലുതാക്കി അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട്, സത്യം പറഞ്ഞാൽ. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, ഈ അനങ്ങുന്ന ഇല. ഇതെന്നാന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ, അവക്കാഡോയ. അപ്പോൾ ഇത് ശരിക്കും ഇവിടെ ഇങ്ങനെ മുളച്ച് വന്നതാണ്. പക്ഷേ ഞാൻ ഇത് നല്ലതാവുമെന്നൊന്നും വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കരുത്തൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളിപ്പം പെട്ടെന്ന് മാറുമെന്ന് വിചാരിച്ചില്ല. കാര്യം എൻ്റെ ഇളയ മോൾ എന്നോട് പറഞ്ഞതാണ് ഇതൊരു ചട്ടിക്കകത്താക്കി വെക്കുകയെന്ന്. പക്ഷേ അത് ഞാൻ അവളുടെ വാക്ക് നിരസിച്ചു. അവൾ ചെറുതാണല്ലോ, അപ്പം നമ്മൾ അത്രയും വില കൊടുത്തോളൂ. അപ്പോൾ എന്തായാലും ഇതിനെ ഞങ്ങളൊന്ന് പരമാവധി ഞാൻ വേറൊരാളുടെ ഹെൽപ്പും എൻ്റെ കെട്ടിയവൻ്റെ ഹെൽപ്പും ഒക്കെ കൂടി ചോദിച്ച് എങ്ങനെയെങ്കിലും ഇതിനെ ഇവിടെ നിന്നൊന്ന് പൊക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും വലിയ സാധനമാണ്, ഇതിനെ പൊക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൊന്ന് ട്രൈ ചെയ്യും എന്തായാലും. എനിക്കിതിനെ ഇട്ടിട്ട് പോകാൻ വിഷമം. ഇതെൻ്റെ പുതിയ റോസ, ഇതിനെയും ഞാൻ കൊണ്ടുപോകും. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ ആക്രാന്തം പിടിച്ച് കൊമ്പൊടിച്ചുകൊണ്ട് വന്നാൽ പിടിക്കുന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ അവനിപ്പോൾ ഒരു പൂവോടുകൂടി നിൽക്കുക. പിന്നെ ചീരയുടെയൊക്കെ വിത്തെടുത്തുകൊണ്ട് പോകണം, ഇവനെയും കൊണ്ടുപോകണം. അടുത്ത ഒരാളാണ് ഇത് പോകാൻ റെഡിയായി നിൽക്കുന്ന ആളാണ്. ഞാൻ മുല്ലേന്ന് ഇതിനെ വിളിക്കണേ. എന്തായാലും നല്ല പേരൊക്കെ ഉണ്ട്. ഇത് ഈ ഫെൻസ് വഴി കയറി പോകുന്ന സാധനമാണ്. അതിങ്ങനെ ഒരു വള്ളിയായിട്ട് കയറി കിടന്ന് പൂവുണ്ടാകുമ്പോൾ നല്ല കൊലച്ചു പൂവുണ്ടാവും, നല്ല രസമാണ്. എനിക്കിതിനെ ഭയങ്കര ഇഷ്ടം. കുറേ വർഷമായിട്ട് 2 വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഇതേ അവസ്ഥയിലാണ് നിൽക്കണേ. ഇനിയൊന്ന് മാറ്റിയൊക്കെ വെച്ച് നോക്കിയാൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുമോ എന്ന് നോക്കണം. എന്നാൽ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, എന്നാൽ പിന്നെ കാണാം. ബായ്.